ഹായ് ഫ്രണ്ട്സ് ടൂരിൻ നെയിം നിങ്ങൾ വായിച്ചോളൂ. കുറച്ച് യുങ്കി മാരിമി മാത്രം ബാക്കി ടൈറ്റിലോ വായിക്കാം. ടൈറ്റിൽ കുറച്ച് തെറ്റിയിട്ടുണ്ടോ? Idol Boy ആ and My Super Magic Car Mountain Heart Magic Place. ഓക്കെ, ടൈറ്റിൽ വയസ്സിലെ നമ്മളെ കൂടെ നമ്മളെ റൈറ്റർ ഇപ്പോൾ ഒന്നും സ്റ്റോറി ഒന്നും ചെയ്തില്ല. ഇപ്പോൾ സ്കൂൾ ഭയങ്കര ബിസിയാണ്. നെക്സ്റ്റ് സ്റ്റോറി ചെയ്യുമ്പോൾ നമ്മളെ മിയ കുട്ടി ലില്ലിക്കുട്ടി കറക്റ്റ് വരും. ഞാൻ സ്റ്റോറി ചെയ്യാൻ പോവാം നിങ്ങളെ പ്രിയപ്പെട്ട മിയ. ഓക്കെ, നമുക്ക് സ്റ്റോറിക്ക് പോവാം. നമ്മൾ ലില്ലി കൂടെ ഉണ്ട് സ്റ്റോറി കേൾക്കാൻ. ലില്ലിക്ക് സ്റ്റോറി ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റോറിക്ക് പോവാമാ ലില്ലി? ശരി, ഓക്കെ. ഇത് യോങ്കിൻ്റെ സ്റ്റോറിയാണ്, നമുക്ക് പോവാം. സൂപ്പർ കാർ. ഓക്കെ, നമ്മളെ ഹീറോയിൻ്റെ പേര് എന്താണ് പേര്? ഓക്കെ, ആയിഷ. നമ്മളെ ഹീറോയിൻ്റെ പേര് ആയിഷ എന്ന്. ഓക്കെ, നമ്മൾ ആയിഷ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം സ്റ്റോറിയിലെ. യുങ്കിക്ക് ആയിഷക്ക് എങ്ങനെയാണ് അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത്, എങ്ങനെ അവർ ലവ് സ്റ്റോറി സ്റ്റാർട്ടാണ് നമുക്ക് എല്ലാം നോക്കാം. ആയിഷ നല്ല ഉറക്കമായിരുന്നു. ആയിഷ ആയിഷ പറഞ്ഞ ആയിഷനെ എണീറ്റ് കുളുക്കായിരുന്നു. ആയിഷനെ എണീറ്റ് വിളിക്കായിരുന്നു. എടി ഇതാ വന്നോ? ഇല്ല ഉമ്മ, പിരാന്തി ഉറങ്ങുന്നതാണ്. ആയിഷ എന്തടി ഉറക്ക്? നിൻ്റെ അനിയത്തി നോക്ക്, സ്കൂൾക്ക് റെഡി ആയിട്ടുണ്ടോ? ഡോക്ടർ ചെടി മോം എന്നമ്മ എപ്പോൾ പറഞ്ഞേക്ക് സ്കൂൾക്ക് പോകണം. ഇവള് സ്കൂളിൽ പോയാൽ എനിക്ക് ഇന്ന് കോളേജ് ഫസ്റ്റ് ഇയർ ആണ്, ഞാൻ പോകാൻ പോണേ. ഞാൻ എപ്പോൾ പറഞ്ഞിട്ട് മോം, ഞാൻ എനിക്കുന്നില്ല പൊടി. ഇല്ല ബാപ്പാനോട് പറയണം. ബാപ്പ ശരി ഇപ്പം വരാം. അങ്ങനെ ആയിട്ട് വേണം നിനക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ആയിട്ട് നമ്മളെ ഹീറോയിൻ്റെ അനിയത്തി പോയി ഫുഡ് കഴിക്കാൻ പോയായിരുന്നു. അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ആയിഷ ഓടി പറഞ്ഞു ഫുഡ് കഴിച്ചായിരുന്നു. ഉമ്മ എനിക്ക് വേണമ്മ, എനിക്കൊരു ഇത് വേണം. എന്താ? എനിക്ക് സ്കൂട്ടി വേണോ? എന്തിനാടി സ്കൂട്ടി? സ്കൂട്ടി ഓട്ടിട്ട് എല്ലാവർക്കും ആർക്കും പോയിട്ട് കുത്താൻ വേണ്ടിയിട്ടാ? മോം പറഞ്ഞു കേൾക്ക്, എനിക്കൊരു സ്കൂട്ടർ വേണോ? എന്താ എനിക്ക് ബസ്സിൽ പോകാൻ പറ്റുന്നില്ല, ബസ്സിൽ കുറേ ആളുകൾ സ്കൂട്ടറിൽ പോവാണ്. ഫസ്റ്റ് ഇയർ കോളേജ് ആകുമ്പോൾ എനിക്ക് സ്കൂട്ടർ മേങ്ങി തരും പറഞ്ഞിട്ടുണ്ട്. എന്തമ്മ സ്കൂട്ടർ വേണം, പാപ്പനോട് പറയ്. എന്നെ ആവശ്യം വീട് സാഡായിരുന്നു. ശരി നോക്കാം. അതിനായിട്ട് ബാബു വന്ന് പറയായിരുന്നു. ബാബു എൻ്റെ ഫ്രണ്ട് പറയായിരുന്നു വന്നായിരുന്നു. മഷാ എന്താ വെച്ചടാ, എന്താ നിൻ്റെ മകൾ സ്കൂട്ടർ എടുക്കാം? ഞാൻ എൻ്റെ മകനക്ക് ഒരു കാർ മേങ്ങി കൊടുത്തുവിടാ. എന്ത് ചെയ്യാം, അവൻ സ്കൂട്ടറിൽ പോകുന്നതിന് കാറുകൂടെ മഴ വരില്ല ചണ്ടിയാകില്ല, അതൊക്കെ യൂസ് ആവും. മഴ വരാൻ പോകുന്നുടാ, അതുകൊണ്ടാണ് ഞാൻ അവനക്ക് കാർ മേങ്ങി കൊടുത്ത. സ്കൂട്ടി മേങ്ങി കൊടുത്താൽ നനഞ്ഞെന്താക്കാം. ഇത് കേട്ടോ ഹീറോയുടെ വീട് ഭയങ്കര സാഡായിരുന്നു. എനിക്കൊരു കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഹീറോ മേഡ് ചേഞ്ച് ആയിരുന്നു. അങ്ങനെ സ്കൂൾക്ക് ഹീറോ അനിയത്തി ഡ്രോപ്പ് ചെയ്ത് കോളേജ് പോയി. കോളേജ് കുറച്ച് അടുത്ത് വരും, കുറച്ച് ദൂരെ. കോളേജ് സ്കൂളിൻ്റെ അടുത്തടുത്താണ്, കുറച്ച് ദൂരമാണ്. അങ്ങനെയായിട്ട് ഹീറോ കോളേജിൽ പോയിരുന്നു. സാഡായിരുന്നു. അതിൻ്റെ സീനിയേഴ്സ്മാർ റാഗിങ് ചെയ്യായിരുന്നു. ഹീറോയ്ക്ക് നോക്കിയിട്ട് മുറച്ചിട്ട് പോയായിരുന്നു. ആയിഷക്ക് എന്ത് പറ്റി? എന്നെ ആയിഷൻ്റെ ക്ലാസ്മേറ്റ് അല്ല, അതേ കോളേജ് ജോയിൻ ചെയ്തത്. അതിൽ സീനിയർ ഹായ് ബ്യൂട്ടിഫുൾ ഗേൾ. എന്താ ആയിഷ? ആയിഷ ആണ് എൻ്റെ പേര്. അതെ ആയിഷ, അതിപ്പോൾ എന്താ എന്ന് പറഞ്ഞു ഹീറോയിൻ മ്യൂഡ് ചേഞ്ച് ആക്കിയിട്ട് പോയിരുന്നു. അതിലൊരു പോയി പറയായിരുന്നു, വേണ്ടടാ, അവളെ വാപ്പക്കാരനെ വാക്ക് വെക്കണം, അവളെ വാപ്പ ഭയങ്കര ടെററിസാ എന്ന് പറഞ്ഞ് അതിലൊരു ചെക്കൻ അറിഞ്ഞ് അതിനെ മിണ്ടാതിരുന്നു. ഹീറോയിൻ സാഡായി പോയിരുന്നു. എന്നാൽ ആയിഷൻ്റെ ഫ്രണ്ട് വന്ന ഫാത്തിമ പറയുന്നു, എന്തടി പറ്റി? എന്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ കേട്ടടി ബാപ്പയോട് ഒരു സ്കൂട്ടർ മേങ്ങി തരാമെന്ന് പറഞ്ഞാൽ നിൻ്റെ ഇതിന്നല്ല എനിക്കൊരു എൻ്റെ വീട്ടിൽ എന്ത് സംഭവിച്ചറിയോ? ഇപ്പം നമ്മൾ ഫാത്തിമൻ്റെ ഫ്ലാഷ് ബാക്ക്. ബാപ്പ ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് ഫാസ്റ്റ് ചെയ്തു, ഇപ്പം എനിക്കൊരു സ്കൂട്ടർ മേങ്ങിത്താ. ഇല്ല കാർ മേങ്ങിത്താ. എന്താ കാട്ര ബസ്സിൽ മറിയാതെ പോയി ഹസ്ബൻഡോട് കേൾക്കരുത്, എനിക്ക് മാരേജ് അയച്ചു തരാം എന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് സാഡായിരുന്നു. പാപ്പ നീ മണ്ണത്തോളെ പാപ്പ, നിന്നെ വെച്ച് എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ടെൻഷന് പോയായിരുന്നു. ഇതാണ് സംഭവിച്ചടി എന്ന് പറഞ്ഞ് ചിരിക്കായിരുന്നു ഹീറോ. നിനക്ക് ഇത് നൽമ, എനിക്കത് ഓറ് നൽമോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ ഓർത്ത് ചിരിക്കായിരുന്നു. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ടായി. അന്ന് ക്ലാസ്സിൽ അവർ സ്റ്റാർട്ടായി നന്നായിട്ട് പഠിച്ചു. ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെ ആയിഷ സാഡായിരുന്നു. മച്ചി എന്ന് പറഞ്ഞ ഹീറോയുടെ ഫ്രണ്ട് ഓടി വന്നായിരുന്നു. അതിൽ ഒരു ഗ്രൂപ്പിലൊരു ബോയ് ഉണ്ടായിരുന്നു, പേര് അർജുനാണ്. അർജുൻ പറയാൻ തുടങ്ങി, ഗേൾസ് അർജുൻ നീ നീ എന്നടാ? ഇല്ലടി, എനിക്ക് കുറച്ച് ടീച്ചറെ കുറിച്ച് ക്ലാസ് തന്നായിരുന്നു. സോറി ഡി, എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എന്നോട് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ ഡാഡി പോയി. എന്താടാ അർജുൻ പറഞ്ഞേ? ഇല്ലടി, എൻ്റെ ഡാഡി പോയി, എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് വരും. ഇല്ല എൻ്റെ ഡാഡി ഉണ്ടാകുകൊണ്ട് എന്നോട് സംസാരിക്കില്ല. അർജുൻ പറഞ്ഞ ഹീറോയിൻ്റെ വീടിൻ്റെ അടുത്താണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ രണ്ടുപേർ ജോലിയായിട്ട് എൻജോയ് ചെയ്യാമായിരുന്നു.
ഏയ് പറഞ്ഞേക്ക് ഞാൻ 3 പേര് ഇതാക്കുക അതുപോലെ ഗേൾസ് കൊണ്ട് കൂടെ കറങ്ങാൻ പാടില്ല എന്ന് എൻ്റെ ഡാഡി പറയായിരുന്നു. അങ്ങനെ ഹീറോ ചിരിക്കുകയായിരുന്നു. എന്താടാ പ്രശ്നം? അതെങ്ങനെ പറയണ്ട 3 പേര് നല്ല ചിരിക്കായിരുന്നു. ശരി അർജുൻ പറയാം, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ അർജുൻ? ആ നിനക്ക് പിടിച്ച ഐഡൽ ഗ്രൂപ്പിൽ ഒരു ഇവിടേക്ക് വരാൻ പോകുന്നു എന്നെ ഒരു പ്ലേസ് പറഞ്ഞായിരുന്നു. ഹീറോയിന് വേണ്ടി സാഡായിരുന്നു. എങ്ങനെടാ അങ്ങോട്ട് പോകാൻ പറ്റൂ? അതെ നമ്മൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഹീറോയിനെ വീട് സാഡായിരുന്നു. എപ്പോൾ വരാൻ പോകുന്നത്? വരുന്നതെന്ന് ന്യൂസിൽ പറയുന്നത് കേട്ടായിരുന്നു. അവർ നെക്സ്റ്റ് പ്ലാന് ഇന്ത്യക്ക് വരാൻ പോകുന്നുണ്ട് പറയുന്നത് കേട്ടായിരുന്നു എന്ന് പറഞ്ഞു ഒരു പ്ലേസ് പറഞ്ഞേ. ഇപ്പോൾ അവർ ലണ്ടനിലാണ് പോയത്. നെക്സ്റ്റ് ഇങ്ങോട്ട് വരുന്നപ്പോൾ കേട്ടിട്ടുണ്ടോ എന്ന് പറയായിരുന്നു. ഹീറോയിന് വീട് സാഡായിരുന്നു. ശരിടാ, അത് മാത്രമല്ലേടി ഒരു കാര്യമുണ്ട്, ദാ ബുക്ക് എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് ഒരു ബുക്ക് കേട്ടായിരുന്നു. എന്താടാ? പറഞ്ഞേക്കോ ഇവിടെ പഴയ സാധനങ്ങളെല്ലാം ഉണ്ട് വിൽക്കുന്നു. നമ്മൾ ഈ പ്ലേസിൽ പോയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം മേങ്ങാം. ഇവിടെ പുതിയൊരു കാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ച് പണമാണ്, കുറച്ച് പണം കൊടുത്താൽ മതി, അത് നമുക്ക് ആ കാറ് മേങ്ങാം എന്ന് പറയായിരുന്നു. ഇത് കേട്ടോ ഹീറോയിനെ പിടിച്ച് എന്താടാ പറയണേ? കാറാ? അതെ കാറ് കിട്ടും, പിന്നെ എന്തോ ഒന്ന് കിട്ടും പറയുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു ചുമ്മാ ഒന്ന് കറങ്ങിട്ട് വരാം. നമുക്ക് പൈസ ഒന്ന് കൊടുത്താൽ പഴയ കാറ് വെച്ച് എന്താ ചെയ്യാനാ ആയിഷ പറയായിരുന്നു. അതുകൊണ്ട് കറങ്ങിയിട്ട് വരാം ചുമ്മാ എന്ന് പറയുന്നത്. അങ്ങനെ ലീവ്, നാളെ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ മീറ്റ് ഹീറോയിൻ്റെ വീട്ടിൽ പോയായിരുന്നു. നല്ല ഉറങ്ങായിരുന്നു. നൈറ്റ് നല്ല ഉറക്കമായിരുന്നു. 12 മണി. ഹീറോയിൻ്റെ ഡ്രീമിൽ ഒരു വോയിസ് കേൾക്കായിരുന്നു. നാളെ എന്നെ കാണാൻ വാ എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഒരു വോയിസ് കേട്ടായിരുന്നു. നീ ആരാ? ഞാൻ ആരാന്ന് പറയില്ല, നീ നാളെ വന്ന് എന്നടുത്ത് എൻ്റെ ഈ പ്ലേസിലേക്ക് വാ എന്നൊരു പ്ലേസ് പറഞ്ഞായിരുന്നു. ഹീറോയിനെ വീട് ചേഞ്ച് ചെയ്ത് ഈ പ്ലേസാ, എന്തിനാ അവിടേക്ക് വരണോ? ഇല്ല നീ വാ, അങ്ങോട്ട് വന്ന് പറ്റൂ എന്ന് ഹീറോയിനോട് പറയായിരുന്നു. ശരി ഓക്കെ, ഏത് പ്ലേസ് എന്ന് പറഞ്ഞ് കാട്ടി കൊടുത്തു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്ലേസിലേക്ക് പോകുമ്പോൾ രാവിലായി. അർജുൻ വന്നു. അങ്ങനെ ഒരു പ്ലേസ് പറഞ്ഞു. അർജുൻ ആ പ്ലേസ് വിളിച്ചോണ്ട് പോകാൻ നോക്കിയായിരുന്നു. സോറി അർജുൻ, അങ്ങോട്ട് വരാൻ പറ്റില്ല, നമ്മൾ മറ്റൊരു പ്ലേസിൽ പറഞ്ഞു. ഇതെവിടെ? ഇതെനിക്കറിയില്ല, ഈ പ്ലേസ് പോവാ എന്ന് അർജുനോട് പറഞ്ഞു. അർജുനക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയായിട്ട് ആ പ്ലേസിലേക്ക് വന്നു. ഇവിടെ ഇറങ്ങി ഇവിടെ ഒരു പ്ലേസ് അഡ്രസ്സ് പറഞ്ഞായിരുന്നു. ഓന് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ നോക്കാം അവിടെ ഒരു വീട് കണ്ടായിരുന്നു.